അമ്മ. കേരള പാഠാവലി 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി അമ്മ എന്ന പാഠഭാഗത്തിന്റെ മുഴുവൻ ചോദ്യോത്തരങ്ങളും അതേപോലെ ആശയവുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമുക്ക് ആദ്യം അമ്മ എന്ന പാഠഭാഗത്തിന്റെ കഥ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു വൃദ്ധ റോഡ് അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ വീഴുന്നു. അവരെ സഹായിക്കാൻ ആദ്യം എത്തുന്നത് ഒരു സാധാരണ പാൽക്കാരനാണ്. അമ്മേ എന്ന വിളി വൃദ്ധയുടെ മനസ്സിൽ പഴയ സ്നേഹസ്മരണകൾ ഉണർത്തുന്നു. മക്കൾ ഒരിക്കൽ സ്നേഹത്തോടെ വിളിച്ചിരുന്ന കാലം അവർ ഓർക്കുന്നു. വിദേശത്തേക്ക് പോയ മക്കൾ അമ്മയെ ഒറ്റക്കാക്കി എന്ന യാഥാർത്ഥ്യം തെളിയുന്നു. പാൽക്കാരൻ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകി വൃദ്ധയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പോലീസുകാരൻ നടപടിക്രമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പാൽക്കാരൻ ആദ്യം ചികിത്സ ലഭ്യമാക്കണമെന്ന് ഉറച്ചു നിൽക്കുന്നു. ടാക്സി ഡ്രൈവറും പ്രതിഫലം വാങ്ങാതെ സഹായിക്കുന്നു. ഡോക്ടറും വൃദ്ധയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കുന്നു. അമ്മ എന്ന വിളി വീണ്ടും വൃദ്ധയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. മകന്റെ ബാല്യകാല സ്നേഹവും കരുതലും അവർ ഓർമ്മിക്കുന്നു. ഇന്നത്തെ മക്കളുടെ അവഗണന ആ ഓർമ്മകളോട് വിരുദ്ധമായി നിൽക്കുന്നു. മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് വൃദ്ധ ആഗ്രഹിക്കുന്നത്. സ്വന്തം വേദന മറച്ചുവെച്ച് മക്കളെ സംരക്ഷിക്കുന്ന അമ്മയുടെ മനസ്സ് പ്രകടമാകുന്നു. മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് വൃദ്ധ ആഗ്രഹിക്കുന്നത്. സ്വന്തം വേദന മറച്ചുവെച്ച് മക്കളെ സംരക്ഷിക്കുന്ന അമ്മയുടെ മനസ്സ് പ്രകടമാകുന്നു. വീട്ടിലെത്തിയപ്പോൾ ഏകാന്തതയും നിസ്സഹായതയും കൂടുതൽ ശക്തമാകുന്നു. ജീവിതം മുഴുവൻ മക്കൾക്കായി ജീവിച്ച അമ്മയ്ക്ക് വാർദ്ധക്യത്തിൽ അവഗണനയാണ് ലഭിക്കുന്നത്. കണ്ണുനീർ വാർന്നിട്ടും മക്കളോടുള്ള സ്നേഹത്തിന് കുറവില്ല. അപ്പൊ ഈ പാഠഭാഗത്തിന്റെ പ്രധാന ആശയങ്ങളാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. മകന്റെ പഴയ സ്നേഹസ്മരണകൾ വൃദ്ധയ്ക്ക് ആശ്വാസമാകുന്നു. ഒടുവിൽ കാരണമറിയാത്ത ഒരു പുഞ്ചിരിയിലൂടെ അമ്മയുടെ നിസ്വാർത്ഥ സ്നേഹവും മാതൃത്വത്തിന്റെ മഹത്വവും അവതരിപ്പിക്കുന്നു. മനുഷ്യബന്ധത്തെക്കാൾ വലിയ സമ്പത്ത് മനുഷ്യബന്ധമാണെന്ന സന്ദേശം കഥ നൽകുന്നു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് സ്നേഹവും പരിചരണവും നൽകേണ്ടത് മക്കളുടെ കടമയാണെന്ന് കഥ ഓർമ്മപ്പെടുത്തുന്നു. പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. 5ഓ 6ഓ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. പണ്ടൊരിക്കൽ താൻ തല വേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ? കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്? ചർച്ച ചെയ്യുക. തണുപ്പ് എന്ന കഥ ഇന്നത്തെ സമൂഹത്തിലെ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്നു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ മക്കൾ അവഗണിക്കുന്ന പ്രവണത, വിദേശ ജീവിതത്തിനായി കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഏകാന്തതയും സുരക്ഷിതമില്ലായ്മയും, അപകടത്തിൽപ്പെട്ടവരോട് ചിലരുടെ അനാസ്ഥ, മനുഷ്യബന്ധങ്ങളുടെ ശോഷണം എന്നിവ കഥയിൽ ശക്തമായി അവതരിപ്പിക്കുന്നു. അതേസമയം പാൽക്കാരന്റെയും ടാക്സി ഡ്രൈവറുടെയും ഡോക്ടറുടെയും കരുണയും മാനവികതയും സമൂഹത്തിന് മാതൃകയാകുന്ന സന്ദേശം നൽകുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിശകലനം ചെയ്യാനാണ്. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മ ആണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബോലാറാമിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. പാൽക്കാരൻ ബോലാറാം കരുണയും മനുഷ്യത്വവും നിറഞ്ഞ വ്യക്തിയാണ്. വൃദ്ധയെ സ്വന്തം അമ്മയല്ലെങ്കിലും അമ്മയെ പോലെ കരുതി സഹായിക്കുന്നു. അപകടത്തിൽപ്പെട്ട അവരെ ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സ ഉറപ്പാക്കാനും ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. പോലീസുകാരന്റെ അനാസ്ഥയെ ചോദ്യം ചെയ്യുകയും ജീവന് മുൻഗണന നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന സാമൂഹിക ഉത്തരവാദിത്തവും മാതൃസ്നേഹത്തോടുള്ള ആദരവും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും വ്യക്തമായി പ്രകടമാകുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ചു മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. ഇത്തരം പ്രയോഗങ്ങൾ കഥയുടെ ദുഃഖഭാവം കൂടുതൽ തീവ്രമാക്കുകയും വായനക്കാരന്റെ മനസ്സിൽ ശക്തമായ ദൃശ്യാനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വൃദ്ധയുടെ നിസ്സഹായാവസ്ഥയും ഏകാന്തതയും കൂടുതൽ ഹൃദയസ്പർശിയാകുന്നു. മറ്റ് ഉപയോഗിച്ച പ്രയോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വെളുത്ത സാരിയോട് ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്തസ്രാവത്തിന്റെ ഭീകരതയും അപകടത്തിന്റെ തീവ്രതയും വ്യക്തമാക്കുന്നു.
ഇനി അടുത്തൊരു പ്രയോഗമാണ് വൃദ്ധതെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ ഒഴിഞ്ഞു കിടന്നു. വൃദ്ധയുടെ നിസ്സഹായാവസ്ഥയും അവഗണനയും വരച്ചു കാട്ടുന്നു. ഇനി അടുത്ത ഒരു പ്രയോഗമാണ് രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. വാർദ്ധക്യം എന്നാലും മനുഷ്യന്റെ വേദനയ്ക്ക് മാറ്റമില്ലെന്ന ആശയം പ്രകടമാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: അമ്മയുടെ മക്കളുടെ അടുത്താക്കിയിട്ട് ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കോളാം. അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തൂ. മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ. കൂടാതെ കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഈ സംഭാഷണത്തിൽ അമ്മയുടെ സ്നേഹവും ത്യാഗ മനോഭാവവും വ്യക്തമാണ്. മക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം വേദനയേക്കാൾ മക്കളുടെ സമാധാനത്തിനാണ് അവൻ പ്രാധാന്യം നൽകുന്നത്. കഷ്ടതകൾ സ്വയം സഹിക്കാനുള്ള മനോവീര്യവും ക്ഷമയും കരുണയും ഈ കഥാപാത്രത്തിൽ കാണാം. മാതൃത്വത്തിന്റെ മഹത്വവും നിസ്വാർത്ഥ സ്നേഹവും ഈ സംഭാഷണം വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് കഥാപാത്ര നിരൂപണം നോക്കാം. ഇതിലെ അമ്മയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ എഴുതുന്നത്. തണുപ്പ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അമ്മ. ജീവിതകാലം മുഴുവൻ മക്കൾക്കായി ജീവിച്ച ഒരു സാധാരണ അമ്മയുടെ പ്രതിനിധിയാണ് അവർ. മക്കൾ വിദേശത്തേക്ക് പോയി അവരെ ഒറ്റപ്പെടുത്തിയിട്ടും അവർ അവരോട് ഒരു പരാതിയും പറയുന്നില്ല. അപകടത്തിൽ പരിക്കേറ്റിട്ടും മക്കളെ അറിയിക്കാൻ തയ്യാറാകാത്തത് അവരുടെ നിസ്വാർത്ഥമായ മാതൃസ്നേഹം വ്യക്തമാക്കുന്നു. പാൽക്കാരന്റെയും ഡോക്ടറുടെയും ടാക്സി ഡ്രൈവറുടെയും സ്നേഹപൂർവമായ അമ്മയെ എന്ന വിളി പഴയ ഓർമ്മകൾ ഉണർത്തുന്നു. വാർദ്ധക്യത്തിലെ ഏകാന്തതയും അവഗണനയും സഹിച്ചിട്ടും മക്കളെ കുറ്റപ്പെടുത്താത്ത ക്ഷമയും സ്നേഹവും ഈ കഥാപാത്രം മഹത്തരമാക്കുന്നു. ഇനി നമുക്ക് ഒരു തിരക്കഥ തയ്യാറാക്കാനാണ്. ഈ കഥയെ നിങ്ങളുടെ സ്വാധീനിച്ച ജീവിത മുഹൂർത്തങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഹ്രസ്വ ചലച്ചിത്രത്തിനുള്ള തിരക്കഥ തയ്യാറാക്കുക. ഓക്കെ, അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട്. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോയി എന്ന പദം രണ്ട് വാക്യ സന്ദർഭങ്ങളിലും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ രണ്ട് വാക്യങ്ങളാണുള്ളത്. ഒന്നില് പകച്ചു നിന്ന് പോയി, പിന്നെ തിരിച്ചു പോയി. അപ്പോൾ രണ്ടും രണ്ട് അർത്ഥമാണ്. നമുക്ക് നോക്കാം. രണ്ട് വാക്യങ്ങളിലും പോയി എന്ന പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഉള്ളത്. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്ന് പോയി. ഇവിടെ പോയി എന്നത് ആയി തീർന്നു, അവസ്ഥയിലെത്തി എന്ന അർത്ഥത്തിലാണ്. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നത്, ഇവിടെ പോയി എന്നത് സഞ്ചരിച്ചു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറി എന്ന അർത്ഥത്തിലാണ്. ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനം നോക്കാം. എന്താണ് തിരക്കഥ? ശീർഷകം അമ്മ. രംഗം 1: റോഡിലൂടെ നടന്നു പോകുന്ന വൃദ്ധയെ കാർ ഇടിച്ച് നിർത്താതെ പോകുന്നു. രംഗം 2: പാൽക്കാരൻ ഓടിയെത്തി വൃദ്ധയെ എഴുന്നേൽപ്പിച്ച് എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുന്നു. രംഗം 3: പോലീസുകാരൻ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാൽക്കാരൻ ആദ്യം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. രംഗം 4: ടാക്സി ഡ്രൈവറും ഡോക്ടറും വൃദ്ധയെ അമ്മേ എന്ന് വിളിച്ച് സ്നേഹത്തോടെ ചികിത്സിക്കുന്നു. രംഗം 5: വീട്ടിലെത്തിയ വൃദ്ധ മക്കളുടെ പഴയ സ്നേഹം ഓർത്ത് കണ്ണീരൊഴുക്കുന്നു. അവസാന സന്ദേശം: മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് മക്കളുടെ സ്നേഹവും കരുതലുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേരള പാഠാവലിയിലെ 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിൻ്റെ അമ്മ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കിനി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരങ്ങൾ, അതേപോലെ തന്നെ എക്സാമിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അമ്മ എന്ന കഥയുടെ രചയിതാവ് ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, മാധവിക്കുട്ടി, ബഷീർ. അപ്പോൾ നമുക്കറിയാം ഉത്തരം എന്താണ്? അമ്മ എന്ന കഥയുടെ രചയിതാവ് മാധവിക്കുട്ടിയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അമ്മ എന്ന വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് ശക്തി വീണ്ടു കിട്ടിയതിൻ്റെ കാരണം എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ ചികിത്സ ലഭിച്ചതിനാൽ, രണ്ടാമത്തെ ഓപ്ഷൻ വിശപ്പ് മാറിയതിനാൽ, മൂന്നാമത്തേത് സ്നേഹപൂർവ്വമായ ഒരു വിളി വർഷങ്ങൾക്ക് ശേഷം കേട്ടതിനാൽ, ഓപ്ഷൻ ഡി മക്കൾ എത്തിയതിനാൽ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. സ്നേഹപൂർവ്വമായ ഒരു വിളി വർഷങ്ങൾക്ക് ശേഷം കേട്ടതിനാലാണ് വൃദ്ധയ്ക്ക് ശക്തി വീണ്ടും കിട്ടിയത്. അടുത്ത ചോദ്യം നോക്കാം. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? രക്തത്തിൻ്റെ നിറം മാറില്ല, വാർദ്ധക്യമായാലും മനുഷ്യൻ്റെ വേദനയ്ക്ക് വ്യത്യാസമില്ല, പ്രായമായവർക്ക് രക്തം കുറവാണ്, രക്തം എല്ലായ്പ്പോഴും ചൂടായിരിക്കും,
അപ്പോൾ രക്തത്തിന് നരയില്ല, വാർദ്ധക്യ ലക്ഷണമില്ല എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് വാർദ്ധക്യമായാലും മനുഷ്യൻ്റെ വേദനയ്ക്ക് വ്യത്യാസമില്ല. അടുത്ത ചോദ്യം നോക്കാം. കഥയുടെ പ്രധാന ആശയം ഏത്? എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, പ്രകൃതി സംരക്ഷണം, മാതൃസ്നേഹവും വാർദ്ധക്യത്തിലെ ഏകാന്തതയും, ശാസ്ത്ര പുരോഗതി. അപ്പോൾ ഈ അമ്മ എന്ന കഥയുടെ പ്രധാന ആശയം എന്താണ്? ഓപ്ഷൻ സി ആണ്, മാതൃസ്നേഹവും വാർദ്ധക്യത്തിലെ ഏകാന്തതയും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വൃദ്ധയെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കാൻ നിർബന്ധിച്ച കഥാപാത്രം ആര്? പോലീസുകാരൻ, ടാക്സി ഡ്രൈവർ, പാൽക്കാരൻ ബോലാറാം, ഡോക്ടർ. ഉത്തരം എന്താണ്? എല്ലാവർക്കും അറിയാം, പാൽക്കാരൻ ബോലാറാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, കമൻറ്റ്. നമുക്ക് ഇനിയും ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.